ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകല്ലേ. എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്യുന്ന നല്ലവരായ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി താങ്ക് യു സോ മച്ച്. പിന്നെ ഇന്ന് ലേറ്റ് ആയിട്ടാണ് എഴുന്നേറ്റത് കേട്ടോ. 8:30 കഴിഞ്ഞ് ഞാൻ എഴുന്നേറ്റപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നത് കഞ്ഞിയും പയറുമാണ്. മക്കളോട് എല്ലാവരോടും ചോദിച്ചപ്പോൾ അവർക്ക് പൊടിയരിക്കഞ്ഞും ചെറുപയറും മതിയെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനടുത്ത് വളരെ സിമ്പിളാണല്ലോ, ഇത് രണ്ടും വാഷ് ചെയ്ത് പെട്ടെന്ന് 2 കുക്കറിലോട്ട് വെക്കാമെങ്കിൽ 9 മണിയാകുമ്പോഴത്തേന് കാര്യം റെഡി ആവുമല്ലോ എന്ന് വിചാരിച്ച് പെട്ടെന്ന് തന്നെ കഴുകി വാഷ് ചെയ്ത് 2 കുക്കറിലോട്ട് അടുപ്പിലോട്ട് വെച്ചു. അപ്പോൾ തന്നെ നമ്മുടെ കഞ്ഞിയും പയർ റെഡിയായി എല്ലാവരും കുടിക്കാനും വന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചിരുന്നു, കുടിച്ചതിന് ശേഷം എല്ലാവരും ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ അതിനുശേഷം കിച്ചു ആണ് ഇന്ന് റെസ്റ്റോറൻറ്റിൽ പോകുന്നത്. ഇക്കായും അമ്മ ഇച്ചിരി ലേറ്റായേ പോകുന്നുള്ളൂ. കിച്ചു റാപ്പിഡ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വന്നു, ബൈക്കുകാരൻ താഴെ വന്ന് നിൽപ്പുണ്ട് കേട്ടോ. അങ്ങനെ ബുക്ക് ചെയ്ത് ഇയാളുടെ കൂടെ കയറി പോവുകയാണ്. അങ്ങനെ കിച്ചു പോയതിന് ശേഷം പിന്നെ ഇക്കായും അമ്മും കുറച്ച് നേരം കഴിഞ്ഞേ പോകുന്നുള്ളതെന്ന് പറഞ്ഞു. കുറച്ച് പണികളൊക്കെ ഉണ്ട് നമ്മുടെ വീട്ടിൽ, അത് കാരണം കുറച്ച് കഴിഞ്ഞ് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതിന് ശേഷം പിന്നെ അക്കൂട്ടനാണെങ്കിൽ ഒരു പനീർ സോഡ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നല്ലോ നമ്മുടെ റെസ്റ്റോറൻറ്റിൽ നിന്ന്. അത് പൊട്ടിക്കാൻ പെടുന്ന പാടാണ് ഈ കാണിക്കുന്നത് കേട്ടോ അക്കു. അപ്പോൾ അമ്മു കുളിക്കുവാണ് കേട്ടോ. പനീർ സോഡ പൊട്ടിച്ച് ഒരു വീതം അത് പൊട്ടിച്ച് അവിടെ എല്ലാം ആക്കിയിട്ടുണ്ട്. പിന്നെ അവൻ തന്നെ മോപ്പെടുത്തണമെന്ന് തുടച്ച് കേട്ടോ. പിന്നെ അതിന് ശേഷം അമ്മു കുളിച്ചിട്ടൊക്കെ വന്ന് അമ്മു ഇക്കായും കൂടെ റെസ്റ്റോറൻറ്റിലോട്ട് പോവുകയാണ്. അപ്പോൾ അക്കു പോകുന്നില്ല, എനിക്ക് കൂട്ടിനാരില്ലാത്തതുകൊണ്ട് അക്കു പോകുന്നില്ല. അക്കു എൻ്റെ കൂടെ കിച്ചണിൽ നിൽക്കുവാണ്, ഞാൻ ജോലി ചെയ്യുന്നിടത്ത്. അങ്ങനെ ഞാൻ ചോറും കറിയും എല്ലാം വെച്ച് അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. എന്നിട്ട് ഞാൻ പോയി കുളിച്ചിട്ട് വന്ന ഒരു ഫേസ് പാക്കൊക്കെ ഇട്ട് കുളിച്ചിട്ട് വന്നതാണ് കേട്ടോ. അതിൻ്റെ വീഡിയോ ഞാൻ ഇടാവേ. അങ്ങനെ ഞങ്ങൾ 1 മണി ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാനും അക്കവും കൂടെ ലഞ്ച് കഴിക്കാം. ഞങ്ങളുടെ കുഞ്ഞ് ലഞ്ച് ഞാൻ കാണിച്ചു തരാം. ചോറുണ്ട്, ചീരത്തോരനുണ്ട്, പിന്നെ പയർ വെച്ചൊരു കറിയുണ്ട്, പിന്നെ ഫിഷ് ഫ്രൈ ഉണ്ട്, രസമുണ്ട്, പിന്നെ നമ്മുടെ വറുത്തരച്ച സാമ്പാറുണ്ട്, അപ്പോൾ ഇത് പപ്പടവും ഉണ്ട് കേട്ടോ. ഇതെല്ലാം കൂടെ കൂട്ടി ഞാനും അക്കൂട്ടനോട് ഒരു കുഞ്ഞ് ലഞ്ച് കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ ലഞ്ച് ഇഷ്ടമായി. ലഞ്ച് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ. അപ്പോൾ ഞാനും അക്കും മാത്രമേ ഉള്ളതുകൊണ്ട് എല്ലാം കുറേശ്ശെ ഉണ്ടാക്കിയാൽ മതി, അത് കാരണം എല്ലാം കുറേശ്ശെ ഉണ്ടാക്കത്തുള്ളൂ കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ എനിക്ക് ഒരുപാട് ജോലികളൊക്കെ എൻ്റെ ഇടയ്ക്കുണ്ട്. ഞാൻ അതൊന്നും വീഡിയോ എടുത്തിട്ടില്ല. പിന്നെ ഞാൻ പോയി ജൂലിയും പിങ്കിയും ഒന്ന് കുളിപ്പിച്ചായിരുന്നു കേട്ടോ. അവരവിടെ കുളിപ്പിച്ചിട്ട് അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. ഒരുപാട് ജോലി ഉള്ള സമയത്ത് നമുക്ക് വീഡിയോ എടുക്കാൻ സമയം കിട്ടത്തില്ലല്ലോ, അതുകൊണ്ടാണ് ഇതൊന്നും വീഡിയോ എടുക്കാൻ. ജൂലിയും പിങ്കിയും കുളിപ്പിച്ചു. അതിനുശേഷം അക്കു പോയി ടാബിനകത്ത് ഫിലിം കാണുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആ സമയത്ത് നിസ്കരിക്കാനൊക്കെ പോയി. അക്കു നിസ്കരിച്ചില്ല. അപ്പോൾ ഞാൻ നിസ്കരിച്ചിട്ട് വന്ന് അക്കുവിനോട് പറഞ്ഞു, നീ നിസ്കരിക്കുന്നില്ലേ എന്ന് ചോദിച്ചപ്പോഴാണ് അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് നിസ്കരിക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അങ്ങനെ അക്കുവും പോയി നിസ്കരിച്ചിട്ട് വന്നു. പിന്നെ അക്കുവിന് വയറുവേദന എടുക്കുന്നുണ്ട്. അക്കു കിടന്ന് ഉറങ്ങുകയാണ് കേട്ടോ. ആ സമയത്ത് എനിക്ക് ഒത്തിരി ജോലിയുണ്ട്, തുണി മടക്കാനും തുണി വിരിക്കാനൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ അതൊക്കെ പോയി ചെയ്തിട്ട് വന്നു. പിന്നെ അക്കൂട്ടനെ വിളിച്ച് അക്കൂട്ടന് ഒരു ഗ്ലാസ് പാലും ബിസ്ക്കറ്റും കൂടെ ഞാൻ കൊടുക്കുവാണ്. അങ്ങനെ വന്ന് അവിടെ ഇരുന്ന് കഴിക്കുകയാണ്, ഉടുപ്പൊന്നും ഇല്ലാതെ കേട്ടോ. വയറുവേദന എടുക്കുന്നതുകൊണ്ട് ഇരിക്കുകയാണ്. അപ്പോൾ ജൂലി ഇതേ ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞാൻ കുളിപ്പിച്ച് തരുന്നല്ലോ, ഉണങ്ങി വൃത്തിയായിട്ടുണ്ട്. അപ്പോഴേക്ക് ഇക്ക വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു വൈകുന്നേരം ആയിട്ടുണ്ട്, 6 മണിയൊക്കെ. അപ്പോൾ ഇക്ക വന്നു. ഇപ്പോൾ ഇക്കയ്ക്ക് ജ്യൂസ് മതി, ചായ വേണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പിന്നെ വാട്ടർ മില്ലനൊക്കെ കട്ട് ചെയ്ത് ഇക്കയ്ക്ക് പെട്ടെന്ന് തന്നെ ജ്യൂസൊക്കെ അടിച്ചു കൊടുത്ത്. ഇക്കയ്ക്ക് ഞാനും അക്കുവിനും വേണ്ടി ജ്യൂസ് എടുത്തു. ഞങ്ങൾ 3 പേർക്കും പെട്ടെന്ന് തന്നെ ജ്യൂസൊക്കെ ഞാൻ റെഡിയാക്കി ഇക്കായ്ക്കും ഒഴിച്ചുകൊണ്ട് കൊടുത്തു. ചായ ഇന്ന് വേണ്ടെന്ന് പറഞ്ഞു. ഭയങ്കര ചൂടാണ് ഇവിടെ, ഒരു രക്ഷയില്ലാത്ത ചൂട്. നമ്മുടെ നാട്ടിലൊക്കെ നല്ല മഴയാണെന്ന് പറയുന്നുണ്ട്, ഇവിടെ പക്ഷെ ഭയങ്കര ചൂടാണ്. എൻ്റെ പൊന്നു മക്കളെ, കത്രീന ചൂടെന്ന് പറയും ഇവിടുത്തെ ചൂടിൻ്റെ പേര്. പിന്നീട് ഒരു 1 hours കഴിഞ്ഞപ്പോൾ ഇക്ക ഷോപ്പിൽ പോകാന്നുകൊണ്ട് പോവുകയാണ് കേട്ടോ. അപ്പോഴൊക്കെ ഞാൻ കഴിച്ച് നിർത്തുവാന്ന് കാണിച്ചു തന്നെ. ഞാൻ 2 ദോശയും സാമ്പാറും ഒരു ഓംപ്ലേറ്റും ഞാനും അക്കും കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത്. ഇതുപോലെ അടിപൊളി വീഡിയോ നെക്സ്റ്റ് കാണുന്നവരെ ബൈ ബൈ. താങ്ക് യു.